സദാനന്ദാം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം. നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സംപൂജ്യരായ ഗുരുജനങ്ങളെ, ബഹുമാനപ്പെട്ട മഹത് വ്യക്തികളെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമസ്തേ. മഹത്തായ സനാതന സംസ്കൃതിയെ ലളിതമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും മനസ്സിലാക്കുവാനും വരും തലമുറകളിലേക്ക് പകർന്നു നൽകുവാനും സർവാദരണീയനായ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി അവരുടെ സനാതന ധർമ്മ പരിചയം ഓൺലൈൻ പരിപാടിക്ക് സാധിച്ചു എന്നത് മഹത്തായ കാര്യമാണ്. ആ പഠന പരിപാടിയുടെ പുസ്തക രൂപമായ സനാതന സുധ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന തൃതീയ വിജ്ഞാന വിചാര സദസ്സിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത് സംപൂജ്യ സ്വാമിനി ദേവി ജ്ഞാനാഭനിഷ്ഠാനന്ദഗിരി നമുക്കേവർക്കും പ്രിയങ്കരിയായ മാതാജിയുടെ അനുഗ്രഹ ആശീർവാദത്തിലാണ്. ഗുരുജനങ്ങളെ, ഈ വിചാരസഭ ഭാരതീയ സംസ്കൃതിയെ പുതിയ തലമുറയിൽപ്പെട്ട ഞാനടക്കമുള്ള സഹോദരി സഹോദരന്മാർ എങ്ങനെ മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു എന്നതാണ് വിചാരം ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ കൃഷ്ണാഞ്ജന അഖിലേഷ് പത്തനംതിട്ട ശ്രീ ശാന്താനന്ദ വിദ്യാനികേതനിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മാതാജിയുടെ അനുഗ്രഹീതമായ നേതൃത്വത്തിൽ ഞങ്ങളുടെ സരസ്വതി ക്ഷേത്രം മഹത്തായ സനാതന സംസ്കാരത്തിന്റെ വിത്തുകൾ ബാലമനസ്സുകളിൽ വിതച്ച് വരും തലമുറയെ ധാർമ്മികവും നീതിനിഷ്ഠവുമായ ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുക എന്ന ശ്രേഷ്ഠമായ ലക്ഷ്യത്തോടെയാണ് ശ്രീ ശാന്താനന്ദ വിദ്യാനികേതൻ പ്രവർത്തിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വം, സമന്വയം, ത്യാഗം, സംയമനം, കൃതജ്ഞത എന്നിങ്ങനെയുള്ള മൂല്യങ്ങളുടെ സമുച്ചയമായ സനാതനമായ ധർമ്മത്തിലാണ് നമ്മുടെ മഹത്തായ രാഷ്ട്രത്തിന്റെ അടിത്തറ. സത്യമാണ് ഇതിന്റെ ആധാരം. സത്യത്തെ തേടുകയാണ് നമ്മുടെ പൂർവികർ ചെയ്തതും. ലോകം ബാഹ്യ സുഖം തേടി അലഞ്ഞു തളർന്നപ്പോൾ സുഖത്തിനായി, പരമമായ ആനന്ദത്തിനായി സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ ഉപദേശിച്ച മഹാത്മാക്കളാണ് നമ്മുടെ പൂർവികർ. അവർ ഉയർത്തിയ ആത്മബോധം സനാതനവും ധർമ്മത്തിൽ അധിഷ്ഠിതവുമായിരുന്നു. വൈദിക യജ്ഞം തീർത്തും ഹിംസയിലേക്ക് അമർന്ന് വൈദിക വേഷധാരികൾ വേദോപനിഷത്തുക്കളെ സാധാരണ ജനങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടപ്പോൾ ശൈവ ശാക്തേയ വൈഷ്ണവ ഗണപത്യ വിഭാഗമായി തിരിഞ്ഞ് ദാർശനികർ കലഹിക്കുന്ന കാലത്ത് ജഗദ്ഗുരു ശ്രീമദ് ശങ്കര ഭഗവത് പാദർ ആർഷ സംസ്കൃതിയെ തട്ടിയുണർത്തി അല്പജ്ഞാനികളുടെ സ്വാർത്ഥ ജൽപ്പനങ്ങളിൽ നിന്നും സനാതനമായ സത്യത്തെ സ്വയം ആത്മപ്രകാശമായി അനുഭവിക്കുക തന്നെ വേണം എന്ന ദിഗ്വിജയ് നമ്മെ ഓർമ്മപ്പെടുത്തി. സനാതന ധർമ്മസാര സർവസ്വമാണ് ജഗദ്ഗുരു ശ്രീമദ് ശങ്കര ഭഗവത് പാദരുടെ ദർശനം. വേദ ഇതിഹാസ പുരാണാദികളെല്ലാം സമ്യക് രൂപേണ ഇന്നിനു വേണ്ടി പുനരവതരിപ്പിച്ചിരിക്കുന്ന ശ്രേഷ്ഠ ഗ്രന്ഥമാണ് സനാതന സുധ. ഇന്നത്തെ വളർന്നു വരുന്ന യുവതലമുറയിൽ അതിൽ ഭൂരിപക്ഷവും സ്വാർത്ഥരായി ഭൗതികമായ ആർഭാടങ്ങളിൽ അഭിരമിച്ച് അതിൽ അടിമകളാകപ്പെട്ട് അവിവേകികളായി ജീവിതം നയിച്ച് ദുർലഭങ്ങളിൽ ദുർലഭമായി ലഭിച്ച ഈ മനുഷ്യ ജന്മത്തെ ഇല്ലായ്മ ചെയ്യുന്നു. സമ്പത്തിനും പേരിനും പ്രശസ്തിക്കും നെട്ടോട്ടമോടുന്ന ഇന്നത്തെ തലമുറ ഗുരുതരമായ ലഹരിക്ക് അടിമപ്പെട്ട് സമൂഹത്തിന് വിപത്തായി മാറുന്ന ഇന്നത്തെ തലമുറ അറിയണം, വേദസാര സ്വരൂപമായ ജഗദ്ഗുരു ഭഗവാൻ ആദിശങ്കരനും നമ്മെ ഉദ്ബോധിപ്പിച്ച ബ്രഹ്മം സത്യം, ജഗത് മിഥ്യ.
ബ്രഹ്മം സർവത്ര പൂർണ്ണമാണ്, ഏകമാണ്. സർവവ്യാപി രണ്ടില്ല. നാം നേടേണ്ടത് പൂർണ്ണജ്ഞാനമാണ്. ഏതൊന്നിനെ കുറിച്ചുമുള്ള അപൂർണമായ ജ്ഞാനം സത്യമല്ല. പരിമിതമായ കാഴ്ചയെ സംബന്ധിച്ച് നമ്മൾ ചെറുപ്പം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന കഥയാണ് അന്ധന്മാർ ആനയെ കണ്ടതുപോലെ എന്ന്. ഒരാൾ ആനയെ തൂണാണ്, ഒരാൾ ചൂല് പോലെ, ഒരാൾ ആനയെ മുറം പോലെ. ഇങ്ങനെ ആനയെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം വ്യത്യസ്തമാണ്. ഇത് അല്പജ്ഞാനം. എന്നാൽ ഇത് സത്യം അതല്ല. ഇതാണ് നാം ബ്രഹ്മം സത്യം ജഗത് മിഥ്യ എന്ന് ഉപനിഷത്ത് ഉദ്ഘോഷിപ്പിക്കുന്നത്. പ്രപഞ്ച സ്വരൂപം ബ്രഹ്മ, അശബ്ദം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. ഞാൻ ആരാണ്? ഈ സത്യം അറിയാതെ എത്ര കാലം നാം ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് എന്താണ് പ്രയോജനം? എന്റേത് എന്റേത് എന്ന് നാം അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയും പറയുന്നു. അപ്പോൾ എന്റേത് ഞാനല്ല. ഞാൻ ആരാണപ്പോൾ? ഹൂ ആം ഐ? എൻ്റെ പേന, എൻ്റെ വീട്, എൻ്റെ സഹോദരി, എൻ്റെ കുട, സഹോദരി സഹോദരന്മാരെ, എന്റേത് ഞാനല്ല. എന്റേത് എന്ന ചിന്തയ്ക്ക് മുൻപേയുള്ള ചിന്താരഹിതമായ സത്യമാണ് ഞാൻ. അതിനാലാണ് അശബ്ദം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. സന്തോഷത്തിന് വേണ്ടിയും സുഖത്തിന് വേണ്ടി വസ്തുക്കളെയും ചുറ്റുപാടുകളെയും വ്യക്തികളെയും ആശ്രയിക്കുന്നവരോട് ബ്രഹ്മസ്വരൂപമായ സത്യസ്വരൂപനായ ജഗദ്ഗുരു ശ്രീമദ് ശങ്കര ഭഗവത് മാതർ സ്വസ്വരൂപം ആനന്ദമാണ്, സച്ചിദാനന്ദമാണ്. പുറമേ നിന്നും ഒരു സുഖവും നമ്മിലേക്ക് വരുന്നില്ല. നമ്മുടെ സനാതനമായ നമ്മുടെ ചിന്തകൾ ക്ഷണികമായതിന് പിന്നാലെ പോകാതെ, പകരമായി സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകാതെ ആനന്ദ സ്വരൂപമായ അധിഷ്ഠാന സ്വരൂപത്തിൽ അമർന്ന് അഭേദമായി ഉയർന്ന് ജ്ഞാനബോധത്തിലൂന്നി നിന്ന് സനാതനമായ സത്യത്തിൽ ഉറയ്ക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സനാതനമായ ശ്രേഷ്ഠമായ സനാതന സംസ്കാരത്തിന്റെ രഹസ്യം ഇവിടെയുള്ള എല്ലാവരുടെയും ഹൃദയങ്ങളിലും പൂർണ്ണമായി നിറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കർമ്മയോഗത്തിലൂടെ, ഉപാസനയിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ പരമമായ ജ്ഞാനത്തിന്റെ പന്ഥാവിലേക്ക് നമുക്കൊന്നിച്ചുയരാം. നമുക്ക് നമ്മുടെ സ്വത്വം വീണ്ടെടുക്കാം. വന്ദേ ഭാരതമാതരം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നന്ദി, നമസ്തേ.